അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇവിടെ ഈ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്ത് കോമാളിത്തരങ്ങൾ ചെയ്ത് കാണിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ കൂട്ടയോട്ടം നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും കുറേ ബാനർ മുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാതെ പിന്നെ വാരാഘോഷം വാരാഘോഷം നടത്തുക. ഇതുകൊണ്ടൊന്നും ഇതിനൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ സത്യമാണ് ഡോക്ടർ പറഞ്ഞതുപോലെ. പിന്നെ നമുക്ക് എന്ത് പ്രതിവിധി നമുക്ക് ഇതിന് എന്തായിരിക്കും നമ്മുടെ പ്രതിവിധി? കറക്റ്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. ഞാൻ ഈയിടെ ഒരു വീഡിയോ കൊണ്ട് നമ്മുടെ പ്രശസ്ത സിനിമാ നടൻ മോഹൻലാൽ, വളരെ ബഹുമാനം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം പറയുന്ന ഒരു നല്ല കാര്യമാണ്. ആ വീഡിയോയിൽ അദ്ദേഹം പറയണത്, നിങ്ങൾ ആരെയെങ്കിലും ഡ്രഗ് ഉപയോഗിക്കുന്നത് കണ്ടാൽ നിങ്ങൾ മൗനം പ്രാപിക്കരുത്. നിങ്ങളുടെ മൗനം അത് വളർത്താൻ സഹായിക്കും. നിങ്ങളുടെ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക, നിങ്ങളുടെ കോണ്ടാക്ട് ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ലഹരി നിർത്താൻ. ശ്രീ മോഹൻലാൽ ചെയ്ത നല്ല കാര്യം, പക്ഷെ അതൊക്കെ ഇൻഇഫക്റ്റീവാണ്. കാര്യം ഇപ്പം എൻ്റെ ജോലി ഡോക്ടർ പണിയാണ്. ഞാൻ ഈ രാത്രി വീഡിയോ ക്യാമറ ആയിട്ട് ക്വീൻസ് വേയിൽ എറണാകുളത്ത് പോയി വീഡിയോ എടുക്കാൻ പോവുകയാണ് ഡ്രഗ്. എന്നിട്ട് ഇത് എടുത്തിട്ട് ഞാൻ അയച്ചു കൊടുക്കാൻ എനിക്ക് ധൈര്യമുണ്ടോ? കാര്യം എൻ്റെ ജീവിതം തന്നെ അപകടത്തിലാവും. നമ്മൾ ഇതൊക്കെ ചെയ്യാനാണ് നമ്മൾ ഇലക്ട് ചെയ്ത നേതാക്കളെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ബ്യൂറോക്രാറ്റ്സ് ഒക്കെ ഉള്ളത്. അവരുടെ ജോലിയാണ് വീഡിയോ എടുത്ത് ഇവരുടെ ആക്ഷൻ എടുക്കേണ്ടത്. കാര്യം ജനങ്ങളോട് വീഡിയോ എടുത്ത്, പണ്ട് റോഡ് അപകടത്തിൽ ഇതേപോലെ പറഞ്ഞിരുന്നു, പ്രൈവറ്റ് ബസ്സുകാരുടെ മത്സര ഓട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ എടുത്ത് അയക്കണം. എന്തിനാണെന്നറിയോ? സത്യം ഞാൻ പറയാമല്ലോ. കാര്യം ഇത് തുടരണമെങ്കിൽ ഞങ്ങൾക്ക് ആരുടെ നിന്ന് കംപ്ലയിൻറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ആക്ഷൻ എടുത്തില്ലെന്ന് പറയും. അപ്പോൾ നമ്മുടെ നിന്ന് കംപ്ലയിൻറ്റ് കിട്ടിയാലേ ആക്ഷൻ എടുക്കൂ എന്നുള്ളൊരു സിറ്റുവേഷൻ മാറിയിട്ട് പ്രോ ആക്റ്റീവ് ആയിരിക്കണം. ഈ റെസ്പോൺസിബിൾ അതോറിറ്റീസ് ഇപ്പം ഈ കോടതിയൊക്കെ സുവമോട്ടോ കേസ് എടുക്കുമെന്ന് പറയില്ല, അതൊക്കെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ. അതേപോലെ പ്രോ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അല്ലാണ്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഇത് നിർത്തും എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അല്ലാത്ത പല പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട് നോക്കാം, എനിക്കിൻ്റെ പുറകെ ഓടാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ ഒരു ഐവാഷായിട്ട് ചെയ്യുന്നതല്ലാതെ ദേ ആർ നോട്ട് റിയലി ആക്റ്റീവ്. ഇപ്പോൾ സിംഗപ്പൂർ, സൗദി അറേബ്യ ഫോർ എക്സാമ്പിൾ, അവിടെയൊക്കെ ഡ്രഗ്സ് ഓൾമോസ്റ്റ് നില്ലാണ്. ഇടയ്ക്കൊക്കെ ഓരോരുത്തർ കൊണ്ടുവരും, ബട്ട് ഓഫ് കോഴ്സ് കമ്പയർഡ് ടു എറണാകുളം തല പോകുന്ന മാത്രമല്ല, പിടിക്കുന്ന ആരാണ്? അതോറിറ്റീസ് ആണ്. അവർ ജനങ്ങളല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് പിടിക്കാനായിട്ട്. അതോറിറ്റീസ് റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യുന്നതാണ്. അപ്പം അതേപോലെ ഒരു പ്രോആക്റ്റീവായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസിബിൾ ആക്ട് വന്നാൽ ഇത് മാറുള്ളൂ. അതായത് ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പോലീസിങ് അവർ കുറെ കൂടെ മെച്ചപ്പെടാനുണ്ട്. അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകത്തേക്ക് ശരിയായ കോമ്പിങ് ഓപ്പറേഷൻസ് ഈ രണ്ട് ഗ്രൂപ്പുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് കുറയത്തില്ലേ ഡോക്ടർ? ഓഫ് കോഴ്സ്. ഇതൊക്കെ ഞാൻ സത്യം പറയാമല്ലോ, എനിക്കിതിനെപ്പറ്റി ഡീപ്പ് ഇൻസൈഡ് ഇൻഫർമേഷൻ ഇല്ലെങ്കിലും ഇതൊക്കെ ഇന്നത്തെ പേപ്പറിൽ കണ്ട് 4 പേരെ യുവാക്കളെ പിടിച്ചു, ഒരാൾ 5 ഗ്രാം പിടിച്ചു, 2 ഗ്രാം, ഇതൊക്കെ വെറും ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. ഇതൊന്നും അല്ല. ഇതിനകത്തൊക്കെ ഭയങ്കര ഒരു അറേഞ്ച്ഡ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ബന്ധപ്പെട്ടവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം. ഇതിനകത്തൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പലരുണ്ടാവും. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വ്യക്തിപരമായ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും ഇപ്പം മെക്സിക്കോയിലൊക്കെ അതില്ലേ ഡ്രഗ് കാർട്ടൽസ്. കാര്യം അവിടെയൊക്കെ ഈ ഡ്രഗ് കാർട്ടൽസ് മാത്രം വിചാരിച്ചാൽ ഒന്നും പറ്റില്ല. ഇതിനൊക്കെ ഈ റെസ്പോൺസിബിൾ ആൾക്കാരുടേതും കുറേ സപ്പോർട്ട് ആവശ്യം ഉണ്ടാവും, എപ്പോഴും വരും. അതായത് പിന്നിപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇന്നലെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഫ്രാൻസിൽ നിന്ന് ഒരുത്തൻ കേട്ടോ, തിരുവനന്തപുരത്തുകാരനാണ്, അവൻ ഫ്രാൻസിൽ നിന്ന് MDMA വരുത്തിയേക്കുന്നത് കേട്ടോ. ഇതാണ് 5 ഗ്രാം MDMA, 5-50 ഗ്രാമോ എത്രയാണെന്ന് ഞാൻ മറന്നു. വാട്ട് എവർ ബി ദ ക്വാണ്ടിറ്റി വരുത്തി ഏതിലെന്നറിയാം, കൊറിയർ വഴി വരുത്തിയേക്കാണ്. അത് ഫ്രാൻസിൽ നിന്നുള്ള കൊറിയർ ആയതുകൊണ്ട് അത് കസ്റ്റംസിലേക്ക് മാറ്റിയിട്ട് അവർ പരിശോധിച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇവനെ അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ അടവുകളും പ്രയോഗിച്ചിട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇവന്മാർ ക്രിമിനൽ മൈൻഡ്സ് വളരുന്നതോടൊപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഡിറ്റക്റ്റിംഗ് ഏജൻസീസിൻ്റെ, അതായത് പോലീസിൻ്റെ ആയാലും കസ്റ്റംസിൻ്റെ ആയാലും എക്സൈസിൻ്റെ ആയാലും സെൻട്രൽ എക്സൈസിൻ്റെ ആയാലും, ഇതെല്ലാം അവരുടെ മൈൻഡും ഇതേപോലെ വളരണം. അതിനൊപ്പം നീങ്ങണം. എന്നാലേ ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ, ഇതിനകത്ത് ഒന്ന് പ്രധാനമായിട്ട് വേണ്ടത് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഈ പറഞ്ഞ സ്ട്രിക്ട് ലോ എൻഫോഴ്സ്മെൻറ്റ്. അത് നമ്മുടെ സൗദി അറേബ്യ, സിംഗപ്പൂരൊക്കെ പോലെ സ്ട്രിക്ട് ലോ എൻഫോഴ്സ്മെൻറ്റ് അതിവിടെ വളരെ വീക്കാണ് ഇപ്പോഴും. അതിന് ഓൺ പേപ്പർ ഇതുണ്ടെങ്കിലും ഇൻ പ്രാക്ടീസ് പലപ്പോഴും ഇല്ല. അതിൻ്റെ കാര്യം എന്താണെന്നറിയാം, എനിക്ക് തന്നെ അറിയാം. അഗെയിൻ ഐ എം കമ്മിങ് ടു റോഡ് ആക്സിഡൻറ്റ്സ്. ഈ റോഡ് അപകടകരമായി വാഹനം ഓടിക്കുന്നവരെയൊക്കെ പിടിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സ് ഉണ്ടാവും. അവരിൽ ചിലർ, ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദർ നെയിംസ്, അവർ പറയുന്നത് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മേലെ പ്രഷർ വരെയാണ്, ഇത് ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളാണ്, വിടുക, അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി തന്നെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ആ ഒരു എൻഫോഴ്സ്മെൻ്റ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഒരു തകരാറ് വന്നിട്ടുണ്ട്.
ആ എൻഫോഴ്സ്മെന്റ് എന്നുള്ള കാര്യത്തിൽ തകരാറ് മാറണമെങ്കിൽ ഈ എൻഫോഴ്സ് ചെയ്യാൻ സന്നദ്ധതയുള്ള, സംസ്ഥാനത്തോട് സ്നേഹമുള്ള, പ്രതിബദ്ധതയുള്ള, ജനങ്ങളോട് സ്നേഹമുള്ള നേതാക്കളെ ജനങ്ങൾ തിരഞ്ഞെടുക്കണം. നമ്മളിപ്പോൾ ജനങ്ങൾ ചെയ്യണം എന്താണ്? ജനങ്ങൾക്കെല്ലാം ഒരു പാർട്ടിയോടാണ് താല്പര്യം. ഇപ്പം നമ്മൾ IPL ക്രിക്കറ്റ് ഉണ്ടല്ലോ, അതാകുമ്പോൾ എനിക്ക് മുംബൈ ഇന്ത്യൻസ് എത്ര മോശമാണെങ്കിൽ ഞാൻ മുംബൈ ഇന്ത്യൻസിന്റെ ഫാനാണ്. ശരി, മുംബൈ ഇന്ത്യൻസ് ജയിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്നില്ല, തോറ്റാലും ബാധിക്കുന്നില്ല. പക്ഷെ ഇതല്ല, നമ്മളൊരു പാർട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടി കാണിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ഉത്തരവാദിയാണ്, മോശം കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയാണ്. അതേപോലെ വേറെ അതേ ഈ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വൽസിൻ്റെ കാര്യത്തിലും വളരെ പ്രസക്തമാണ് ഈ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഇപ്പോൾ ആരെങ്കിലും പൊതുപ്രവർത്തകരുടെ മക്കളെ കാണാം ഇതിനകത്ത്, അല്ലെങ്കിൽ അല്പം സമൂഹത്തിൽ പിടിപാടുള്ള ഒരാളുടെ മക്കളെ ഇത് ഈ മയക്കുമരുന്നുമായിട്ട് അങ്ങനെ ബന്ധപ്പെടുത്തി പിടിക്കുകയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഇൻ്റർഫിയറൻസ് വരും അതിനകത്ത്. തീർച്ചയായിട്ടും ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സമൂഹത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു കാര്യം, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ കേട്ടോ, അദ്ദേഹം NDAയുടെ വൈസ് ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ മകനെ ഇതേപോലെ 2 കൂട്ടുകാരോടൊപ്പം, ഒരു പെൺകുട്ടി സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, വേറെ ഒരു തൃശ്ശൂർക്കാരൻ, അവരോടൊപ്പം പിടിക്കപ്പെടാനിടയായി. 1.1 ഗ്രാം MDMA ആണ് പിടിച്ചത്. അത് ആ പയ്യൻ്റെ കയ്യിൽ നിന്നല്ല, മറ്റു ആരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചേക്കുന്നത്. പക്ഷേ ഇവർ 3 പേരും കൂടെ ഒന്നിച്ചാണ് ഇതിന് അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരന് അയാൾ അത് പുറത്ത് പറഞ്ഞു. അയാൾ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ഇട്ടാണ്, എൻ്റെ മകനെ ഇങ്ങനെ ഈ മയക്കുമരുന്ന് കേസിൽ പിടിക്കാനിടയായി. അതെൻ്റെ മകനായതുകൊണ്ട് ഞാൻ ഒളിച്ചു വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇത് സമൂഹത്തിനെതിരെയുള്ള ഒരു വലിയൊരു കുറ്റകൃത്യമാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞാനിനി അവനെ അതിനെ സപ്പോർട്ട് ചെയ്യാനുമില്ല. എൻ്റെ മകനായതുകൊണ്ട് തെറ്റ് ചെയ്താൽ തെറ്റല്ല എന്ന് ഞാൻ പറയത്തില്ല, തെറ്റാണ്. അതുകൊണ്ട് അവൻ അതിൻ്റെ വരുംവരാഴികൾ അനുഭവിക്കണം. ഇത് പറയാൻ തയ്യാറായ ഒരൊറ്റ അച്ഛനെ ഞാൻ കണ്ടുള്ളൂ, അത് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനെയാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പോലും ഇതിനകത്ത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാക്കിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സമൂഹത്തിൻ്റെയാണ്. കാരണം ഇവനെ പിന്നെ ഐസൊലേറ്റ് ചെയ്യാനൊരു ശ്രമം നടത്തും, ഇവനെ ഒന്നിലും പങ്കെടുപ്പിക്കത്തില്ല, അവനെ അങ്ങ് ഒഴിവാക്കി വിടും. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് അവന് വീണ്ടും ഫ്രസ്ട്രേഷനിലേക്ക് പോവാണ്. അങ്ങനെ ആകരുത്. സമൂഹത്തിന് വലിയ ബാധ്യതയുണ്ട് ഇതിനകത്ത്. അത് പക്ഷേ സമൂഹം ശ്രദ്ധിക്കുന്നുണ്ടോ? അത് നോക്കണം. ഈ സമൂഹം ശ്രദ്ധിക്കാത്തതിന് വേറൊരു കാര്യമുണ്ട്. ഈ സമൂഹം എന്ന് പറഞ്ഞാൽ ബേസിക്കലി സമൂഹം ഒരു വ്യക്തിയല്ല, ഒരു കളക്റ്റീവ് തോട്ട് പ്രോസസ്, ഒരു കളക്റ്റീവ് കൾച്ചറാണ്. ആ കളക്റ്റീവ് കൾച്ചറിൽ വ്യക്തിപരമായിട്ട് ഓരോരുത്തരും നല്ല ആളായിരിക്കും. ഇപ്പൊ കേരളത്തിൽ ഞാൻ നോക്കിയ 3.5 കോടി ജനങ്ങളിൽ വ്യക്തിപരമായിട്ട് നോക്കിയ ഓരോരുത്തരും നല്ല ആൾക്കാരാണ്. മനസ്സിലായി? വ്യക്തിപരമായിട്ട് ഒരാളെ മോശം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ കളക്റ്റീവ്ലി നമ്മൾ 2 മൈൽ ദൂരെ ആകാശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളാണ് ഉള്ളത് ആ സമൂഹത്തിൽ. അതിന് ഒരു പ്രധാന പ്രതിവിധി വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസം തന്നെ. നമുക്ക് ഏറ്റവും ഗുണം എന്താ പറയുക? സാക്ഷരത 94% സാക്ഷരത ഇന്ത്യയിൽ ഏറ്റവും 92 കണ്ടുമാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരത ഉണ്ട്. എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പും കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, TV ഉണ്ട്, എല്ലാവരും രാവിലെ പത്രം വായിക്കും. ഇത്രയധികം ഈ കണക്ടിവിറ്റി വേറെ ഒരു സംസ്ഥാനത്തിനും കിട്ടില്ല. ഒരു നല്ല കാര്യം ഒരു വേണ്ടപ്പെട്ട ആൾ പറഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് ആ നിമിഷത്തും. ഈ വേണ്ടപ്പെട്ടവരെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അനുസരിക്കുന്നത്, ഞാൻ പറഞ്ഞാലോ താങ്കൾ പറഞ്ഞാലോ എത്ര പേര് അനുസരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വേറെ മന്ത്രിമാർ അല്ലെങ്കിൽ മതനേതാക്കൾ ഇവരാരെങ്കിലും പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഒരു പകുതി പേരെങ്കിലും അനുസരിക്കും. പക്ഷേ അങ്ങനെ ഇവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കറക്റ്റായിട്ട് ഇപ്പം റോഡ് അപകടം തന്നെ ഇടത്ത് വശത്ത് കൂടെ ഓവർടേക്ക് ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ ഒരു വാക്ക് ഏതെങ്കിലും ഒരു ഹൈ അതോറിറ്റി പറയാണ്, ജനങ്ങളെ നിങ്ങൾ ഇടത്ത് വശത്ത് കൂടെ ഓവർടേക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന 50% ആളുകളെങ്കിലും അത് നിർത്തുക. അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഇവരുടെ വായിൽ നിന്ന് വരുന്നില്ല. അതാണ് എനിക്കൊരു ഫ്രസ്ട്രേഷൻ വരുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാലൊന്നും ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ ക്രിമിനൽ ടെൻഡൻസിയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുങ്ങളുടേത്, അവർ കണ്ടുപിടിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് വളരെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. അവർ സമൂഹത്തിൽ നടക്കുന്ന കാര്യമായാലും അവൻ്റെ വീട്ടിൽ നടക്കുന്നതായാലും ഭയങ്കര സൂക്ഷ്മമായിട്ട് അവർ ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്തിട്ട് ഇതങ്ങ് നടപ്പാക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗം അവരുടെയൊക്കെ കേൾക്കാമല്ലോ പലപ്പോഴും. എന്താ, ഞങ്ങളെ തൊട്ടാൽ നിന്നെയൊക്കെ തട്ടിക്കളയും, തീർന്നു. അത് അവനെ നോക്കും, നിന്നെയൊക്കെ അടിച്ചു കൊല്ലും, ചോദിക്കാനൊന്നും ആരുമില്ല, ഞങ്ങളെ കഴിഞ്ഞ് വേറെ ആരുമില്ല. ഈ രീതിയിലുള്ള വൃത്തികേടുകൾ മാത്രമല്ല, റോഡിൽ നമ്മൾ കണ്ട് ചെടിച്ചട്ടി എടുത്ത് ഒരുത്തൻ്റെ തലയിൽ അടിക്കുകയാണ്, ചെടിച്ചട്ടി മുഴുവനായിട്ട്. എന്നിട്ട് അതിന് പറയുന്നത് എന്താണെന്നറിയോ? മാതൃകാപരമായ രക്ഷാപ്രവർത്തനം. ഈ രക്ഷാപ്രവർത്തനം തന്നെ എത്ര കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും?
അല്ല ഇതുപോലെ ഒരുത്തന്റെ ഇപ്പൊ ഈ താമരശ്ശേരിയിലും കണ്ട് അടിച്ചു വന്നതും രക്ഷാപ്രവർത്തനമായിട്ട് അവർക്ക് വേണമെങ്കിൽ പറയാം, എന്ന് വേണമെങ്കിൽ പറയാം, ഡിഫെൻസീവ് ആണ്. പക്ഷെ ഈ ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചാണ് 70s. അന്ന് മഹാരാജാസ് കോളേജ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് കോളേജസ് ഇൻ കേരള. അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ വലിയ ഒരു അഭിമാനമാണ്, മഹാരാജാസ് പഠിക്കണം എന്ന് അഭിമാനമാണ്. ഞാൻ കഴിഞ്ഞ മാസം അതിന്റെ മുമ്പിൽ കൂടെ നടന്നപ്പോൾ നാണിച്ചു പോയി. ഇത് കോളേജാണ്, ഏതെങ്കിലും പല രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ പാർട്ടി ഓഫീസാണോ? നിറയെ തോരണങ്ങൾ വിട്, ചപ്പിയവർ വലിച്ചെറിഞ്ഞ്. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന കുട്ടിയുടെ മനസ്സും ഇപ്പൊ ചപ്പിയവർ നിറഞ്ഞ മനസ്സായിരിക്കും. പിന്നെ കോളേജിലും സ്കൂളിലും പഠിപ്പിക്കുന്ന കുറെ കാണാപ്പാടം പടം പഠിക്കുന്നുണ്ട്. SSLC പരീക്ഷ തുടങ്ങിയാണ്. SSLC പരീക്ഷ, സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണ് എൻ്റെ പേര്. ഞാൻ അതിൻ്റെ പേര് മാറ്റി KPP എക്സാം എന്നാക്കി. അത് കാണാപ്പാടം പഠിത്തം എക്സാം. കാര്യം ഇത് ഞാൻ അന്ന് പഠിക്കുമ്പോഴും കാണാപ്പാടമാണ്, ഇന്ന് പഠിക്കുമ്പോഴും കാണാപ്പാടമാണ്. ഈ കാണാപ്പാടം പഠിക്കുന്നതല്ലാതെ ഈ കുട്ടിക്ക്, വളർന്നു വരുന്ന കുട്ടിക്ക് ഒരു സാംസ്കാരിക ബോധം, ഒരു സിവിക് സെൻസ്, പൗരബോധം, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവർ വിനയകരമായി എങ്ങനെ പെരുമാറണം, ബ്രോഡ് മൈൻഡഡ്നെസ്, ജനറൽ നോളജ്, ആകാശത്തിലേക്ക് നോക്കിയാൽ കാണുന്ന നക്ഷത്രങ്ങൾ മിൽക്കി വേ ആണോ അല്ലേ, ഒരു കാര്യത്തെപ്പറ്റി ഒരു ധാരണയില്ലാതെ നമ്മൾ ഈ എന്താണെന്നറിയാം, നമ്മുടെ ഈ സ്കൂൾ സിലബസിന്റെ പ്രോബ്ലം പണ്ട്. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ. നമുക്ക് ഇനി ആ വിദ്യാഭ്യാസത്തിലെ സമ്പ്രദായത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച്, അതായത് ഇതിന്റെ ഒരു പ്രതിവിധി എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം.